Hello, hi everyone. Once again, welcome back to Crack with Jack YouTube Malayalam channel. So, ഇന്ന് നമ്മൾ കറണ്ട് അഫെയർസ് സെഷനാണ് നോക്കാൻ പോകുന്നത്. So, let us start. ഓക്കെ, സോ മാർച്ച് 1 മുതലാണ് കേട്ടോ ഇനി തുടങ്ങുന്നത്. സോ മാർച്ച് 1 മുതൽ സോ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുക, പോയിട്ട് പഠിക്കുക. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം മാർച്ച് 1 നൗ. Rare Disease Day observed on 28 February. Okay. So Rare Disease Day first launch ചെയ്തത് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ റെയർ ഡിസീസസ് ആണ്. ഓക്കെ, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ റെയർ ഡിസീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ്, ഫ്രാൻസ് ആണ്. അതുപോലെ തന്നെ 28 ഫെബ്രുവരി എന്ന് പറയുന്നത് നാഷണൽ സയൻസ് ഡേ ആണ്. നാഷണൽ സയൻസ് ഡേ ആണ്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തത് സെക്കൻഡ് പ്രോട്ടീൻ ഡേ എന്ന് പറയുന്നത് 27 ഫെബ്രുവരിയാണ്. സെക്കൻഡ് പ്രോട്ടീൻ ഡേ, അതിൻ്റെ തീം ഇമ്പോർട്ടൻ്റ് ആണ്. പവറിംഗ് വിത്ത് പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 27 ഫെബ്രുവരിയിൽ വേൾഡ് NGO ഡേ, ഇന്നലെ പഠിച്ചതാണ് കേട്ടോ, വേൾഡ് NGO ഡേ. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിവസം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു അല്ലേ, ഫെബ്രുവരി 21. അടുത്തത് സ്പോർട്സ് ന്യൂസ് ആണ്. ഇന്ത്യൻ വുമൻസ് ലീഗ് 2020-21 ടു ബി ഹോസ്റ്റഡ് ഇൻ ഒഡീഷ. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 2020-21 ഇന്ത്യൻ വുമൻസ് ലീഗ് എവിടെ വെച്ച് നടക്കുന്നു, എത്രാമത്തെ എഡിഷനാണ്? സോ ദ ഇവൻ്റ് ഇസ് ഹീറോ ഇന്ത്യ വുമൻസ് ലീഗ് ആണ് കേട്ടോ. ഹീറോ ഇന്ത്യ വുമൻസ് ലീഗ് ആണ്, 5th എഡിഷനാണ്. ഒഡീഷ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. അതുപോലെ തന്നെ പഠിക്കേണ്ടത് പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഫുൽ പട്ടേലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം, ദ്വാരക, ഡൽഹിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഓഫ് ഒഡീഷ എന്ന് പറയുന്നത് ഭുവനേശ്വർ, ഗവർണർ ഗണേഷിലാൽ മാത്തൂർ, CM എന്ന് പറയുന്നത് നവീൻ പട്നായക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം സെക്കൻഡ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കർണാടകയിലാണ് എന്നറിയാം അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ്? ഗുൽമാർഗ്, ജമ്മു ആൻഡ് കശ്മീരിലാണ്. അതും സെക്കൻഡ് എഡിഷനാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ന്യൂസ് ആണ്. വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് എവിടെയാണ്? ജമ്മു കശ്മീരിലാണ് വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ്. സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ചെനബ് ബ്രിഡ്ജ് എന്നാണ്, അത് മനസ്സിലാക്കുക. അത് എത്ര മീറ്റർ ലോങ് ആണ്? 466 മീറ്റർ ലോങ് ആണ്. അതും കൂടിയും പഠിച്ചു വയ്ക്കുക. അതായത് ഈഫിൽ ടവർ, പാരീസിലുള്ള ഈഫിൽ ടവറിനെക്കാട്ടിലും 35 മീറ്റർ ടാളറാണ്. ഓക്കെ, ജമ്മു കശ്മീർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രീനഗർ ആണ്. ഗവർണർ എന്ന് പറയുന്നത് മനോജ് സിൻഹയാണ്. അതുപോലെ തന്നെ മനോജ് സിൻഹ ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കശ്മീർ റീസെൻ്റ്ലി ഇനോഗ്രേറ്റഡ് ജനറൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് മൾട്ടി ലെവൽ പാർക്കിംഗ് ഇൻ ജമ്മു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. 39th Agartala International Book Fair begins at Tripura. So 39th Agartala International Book Fairൻ്റെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ തീം എന്താണ്? ഏക് ത്രിപുര ശ്രേഷ്ഠ ത്രിപുര. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ബിപ്ലബ് കുമാർ ദേബ് ആണ്. ഓക്കെ, പിന്നെ ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല, ഗവർണർ എന്ന് പറയുന്നത് രമേശ് ബൈസ്, CM എന്ന് പറയുന്നത് ബിപ്ലബ് കുമാർ ദേബ് ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് 2100 കോടി രൂപ ത്രിപുര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ലോണായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ ഏരിയാസ് ആൻഡ് ടൂറിസം ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. എന്തിനാണ്? അർബൻ ഏരിയാസും അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടൂറിസം ഡെവലപ്മെൻറ്റ്. ഓക്കെ, ടൂറിസം ഡെവലപ്മെൻറ്റ്.
അടുത്തത് ബാങ്കിങ് ആണ്. ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് introduces India's first health insurance plan with up to 100% return on premium. So the first health insurance plan with up to 100% return on premium ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ പഠിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ICICI ലൊംബാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പേരാണ് ഗ്രൂപ്പ് സേഫ് ഗാർഡ് ഇൻഷുറൻസ്. ഇതും കൂടി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഗ്രൂപ്പ് സേഫ് ഗാർഡ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ് ഒരു ആപ്പ് കൊണ്ടുവന്നു, കൃഷി സഖ ആപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഇന്ത്യൻ ഫാമേഴ്സ് ടു കാറ്റർ ടു ദർ ഫാമിംഗ് നീഡ്സ്. കൃഷി സഖ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കേണ്ടത് ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിൻ്റെ ആണ് കൃഷി സഖ ആപ്പ് എന്ന് പറയുന്നത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അത് ഇന്ത്യൻ ഫാമേഴ്സിന് ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പായിട്ട് കൊണ്ടുവന്ന ഒരു ആപ്പാണ്. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ CEO എന്ന് പറയുന്നത് മയങ്ക് ബത്വാലാണ്. ഓക്കെ, അടുത്തത് IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചെന്നൈ, തമിഴ്നാടാണ് കേട്ടോ. വേറൊരു ബാങ്കിൻ്റെയും കൂടി ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞിരുന്നു, ഇന്ത്യൻ ബാങ്കിൻ്റെയോ കേട്ടോ. ഓക്കെ, സോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും SBI ജനറൽ ഇൻഷുറൻസും കൂടിയും ഒരു MOU സൈൻ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് ഏജൻസി പാക്ട്. സോ കോർപ്പറേറ്റ് ഏജൻസി പാക്ട് ആണ്. കോർപ്പറേറ്റ് ഏജൻസി പാക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സൈൻഡ് എ ബാങ്ക് അഷ്വറൻസ് അഗ്രിമെൻ്റ് ആണ് അല്ലേ, ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് non-life offerings with SBI General Insurance to offer a range of general insurance solutions and innovative products to the customers of the bank. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് രണ്ട് ഇൻഷുറൻസ് ഉണ്ട് അല്ലേ, സോ ലൈഫ് ഇൻഷുറൻസും ഉണ്ട് ജനറൽ ഇൻഷുറൻസും ഉണ്ട്. സോ NIACL, UIC. സോ IOB SBI ജനറൽ ഇൻഷുറൻസുമായിട്ട് ഒരു ബാങ്ക് അഷ്വറൻസ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. സോ അതിലെന്താണ്? റേഞ്ച് ഓഫ് ജനറൽ ഇൻഷുറൻസ് സൊല്യൂഷൻസും ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ടാഗ്ലൈൻ ഓഫ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. ഓക്കെ, ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിയൻ ബാങ്കിന് HRT അവാർഡ് കിട്ടിയല്ലോ അല്ലേ. സോ അതിൻ്റെ തീം നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഗുഡ് ബാങ്ക് ടു ബാങ്ക് വിത്ത് എന്ന് പഠിച്ചിരുന്നു അല്ലേ. ഓക്കെ, അതും കൂടിയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അതുപോലെ തന്നെ SBI ജനറൽ ഇൻഷുറൻസിൻ്റെ MD ആൻഡ് CEO എന്ന് പറയുന്നത് പ്രകാശ് ചന്ദ്ര കണ്ട്പാലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈ ആണ്. ഓക്കെ, അടുത്തത് RBI gives 3-month extension to Rupee Cooperative Bank. Okay, so Rupee Cooperative Bank has made total recovery of 258.11 crore rupees recovery നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ഓഫ് 53.19 crore ഡ്യൂറിങ് ദ ലാസ്റ്റ് 4 years ചെയ്തിട്ടുണ്ട്. സോ അതിന് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആയിരുന്നു. സോ അതിനെന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു 3 മാസം സമയം കൂടി കൊടുത്തു എക്സ്റ്റൻഷൻ till May 31, 2021. Okay, the bank has taken effective steps for recovery in hardcore accounts. It includes attachment of properties of default borrowers, public auction of the same, filing criminal suits against defaulter borrowers guarantors. So അങ്ങനെ അവർ ഒരു 258.11 കോടി രൂപ അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റുപ്പി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്രയാണ്. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം മുംബൈ, മഹാരാഷ്ട്രയാണ്. RBI ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുത്ത് പഠിച്ചിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സിക്കിമിനെ RBIയുടെ റെഗുലേറ്ററി പ്രിവ്യൂവിൽ കൊണ്ടുവന്നു എന്നല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ്
സിക്കിമിന്. ഓക്കെ, ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. എ ബാങ്കർ ബൈ പ്രൊഫഷൻ, അനിന്ത്യ ദത്താസ് latest book called Advantage India, the story of Indian tennis. അപ്പോൾ the story of Indian tennis, Advantage India, the story of Indian tennisന്റെ ഓതർ ആരാണ്? അനിന്ത്യ ദത്തയാണ്. ഓക്കെ, it describes a deep dive on pre-independence tennis, early players, Krishnans, അമൃത്രാജ്, ഡബിൾസ് ആൻഡ് വുമൻസ് ടെന്നീസ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കുറേ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ്, ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് റീകളക്ഷൻസ് ഓഫ് എ ലൈഫ് ഓതേർഡ് ബൈ മുഹമ്മദ് ഹമീദ് അൻസാരിയാണ്. അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം സ്കെയിൽ ഫോർ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ് ആരാണ് എഴുതിയിട്ടുള്ളത്? സംഗീത് പോളാണ് എഴുതിയിട്ടുള്ളത്. സോ പെൻക്യൂൻ റാൻഡം ഹൗസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ബൈ മെനി എ ഹാപ്പി ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരിയുടെ ബുക്കാണ്. ഓക്കെ, അടുത്തത് അവാർഡ്സ് ആണ്. PM Modi to receive Global Energy and Environment Leadership Award. ഓക്കെ, സോ സെറ വീക്ക് കോൺഫറൻസ് 2021 അതെന്ന് പറയുന്നത് എനർജി ഫീൽഡിലെ എക്സ്പേർട്സിൻ്റെ മീറ്റിംഗ് ആണ്. ഓക്കെ, എനർജി ഇൻഡസ്ട്രി ലീഡേഴ്സ് അതുപോലെ തന്നെ എക്സ്പേർട്സ് എൻ്റെ ഒരു കോൺഫറൻസ് ആണ്. സോ അതിൽ PM മോദി സെറ വീക്ക് ഗ്ലോബൽ എനർജി ആൻഡ് എൻവിറോൺമെൻറ്റ് ലീഡർഷിപ്പ് അവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ, എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ വേൾഡ് HRD കോൺഗ്രസ് അവാർഡ് കിട്ടിയത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പഠിക്കാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെ അഞ്ജലി ഭരദ്വാജിനാണ് ആൻറ്റി കറപ്ഷൻ അവാർഡ്. She has been named by John Biden. ആൻറ്റി കറപ്ഷൻ അവാർഡ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത് നിർമ്മല സീതാറാം അറ്റൻഡഡ് G20 സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, സോ G20 സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് മീറ്റിംഗ് ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത് നിർമ്മല സീതാറാം ആണ്. ഇറ്റലിയാണ് പ്രസിഡൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2021 G20 പ്രസിഡൻസി 2021 G20 പ്രസിഡൻസി ഇറ്റലിയിലാണ് അല്ലേ പ്രസിഡൻസി. അതുപോലെ തന്നെ 16ാമത്തെ G20 മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത് കേട്ടോ. 16ാമത്തെ G20 മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ടേക്ക് പ്ലേസ് ഇൻ റോം ഇറ്റലിയാണ് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 16th എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിർമ്മല സീതാറാമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് കർണാടകയാണ്. ഇപ്പം അടുത്ത് നിർമ്മല സീതാറാം ചെന്നൈ ബെഞ്ച് ഓഫ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇനോഗ്രേറ്റ് ചെയ്തു. നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കോമൺ സർവീസ് സെൻറ്റേഴ്സ് ടു ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഇ-ധാക്കിൽ പോർട്ടൽ ടു ഫെസിലിറ്റേറ്റ് റൂറൽ കൺസ്യൂമേഴ്സ്. ഓക്കെ, സോ ഇ-ധാക്കിൽ പോർട്ടൽ എന്ന് പറയുന്നത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ്റെ പോർട്ടലാണ് ഇ-ധാക്കിൽ പോർട്ടൽ. അതായത് നമുക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പോർട്ടലാണ് ഇ-ധാക്കിൽ പോർട്ടൽ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് കോമൺ സർവീസ് സെൻറ്റേഴ്സും കൂടി ഇ-ധാക്കിൽ പോർട്ടലുമായിട്ട് ഇപ്പം എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, so ഇ-ധാക്കിൽ പോർട്ടൽ empowers the consumer and their advocates to file the consumer complaints along with payment of fees online. Okay, now to facilitate rural consumers for e-filing,
it has been decided to integrate the common service centers with e-Dakil portal. Okay. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് കൊണ്ടുവന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇ-ചവനി എന്ന് പറയുന്നത്. ഇ-ചവനി ആൻഡ് മൊബൈൽ ആപ്പ് ഓൺലൈൻ പോർട്ടലാണ് കേട്ടോ. സോ ഓൺലൈൻ പോർട്ടലാണ് ഇ-ചവനി എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ്. സോ രാജ്നാഥ് സിംഗ് ആണ്, അത് മറക്കരുത്. രാജ്നാഥ് സിംഗ് ആണ് ഇ-ചവനി മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിന്? ഇ-ചവനി ഓൺലൈൻ പോർട്ടൽ കേട്ടോ. സോ ലോഞ്ച്ഡ് ആൻ ഓൺലൈൻ പോർട്ടൽ ഇ-ചവനി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ലിവിങ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ഫോർ റെസിഡൻസ് ഓഫ് ദി കണ്ടോൺമെൻറ്റ് ബോർഡേഴ്സ് അക്രോസ് ദ കൺട്രി. ഓക്കെ. സോ ഇ-ചവനി ഓൺലൈൻ പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. മീൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് രാജ്നാഥ് സിംഗ് ആണ് ഇ-ചവനി ഓൺലൈൻ പോർട്ടൽ. അതുപോലെ തന്നെ ശ്രം ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ മൈഗ്രേഷൻ സപ്പോർട്ട് പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത് ട്രൈബൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. കൊണ്ടുവന്നിട്ടുള്ളത്. അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. സോ മെയിനായിട്ട് ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചോദിക്കാൻ ഇ-ചവനി ഓൺലൈൻ പോർട്ടൽ കൊണ്ടുവന്നത് ലോഞ്ച് ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ തന്നെ ശ്രം ശക്തി നാഷണൽ മൈഗ്രേഷൻ പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത് ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ അർജുൻ മുണ്ടെ ആണ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യാം? മനസ്സിലാക്കി വയ്ക്കുക. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി. ISRO's PSLV C51 ലോഞ്ചസ് ബ്രസീൽസ് ആമസോണിയ 1. ആമസോണിയ മാത്രമല്ല, ആമസോണിയ എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ അല്ലേ. PSLV C51 53rd മിഷനാണ് കേട്ടോ. സോ 51, 53 എന്ന് ഓർത്ത് വയ്ക്കുക. സോ ആമസോൺ 1 ആൻഡ് 18 അതർ സാറ്റലൈറ്റ്സ്. അതിൽ 5 ഇന്ത്യയിൽ നിന്നും 13 USA നിന്നുമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ആമസോണിൻ്റെ വെയിറ്റ് എത്രയാണ്? 637 കിലോഗ്രാം ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. PSLV C51. ഓക്കെ. ദെൻ ISROൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് K. ശിവനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഹോപ്പ് എന്ന് പറയുന്നത് UAE ആണ്, നമുക്കറിയുന്ന അല്ലേ. സോ ഹോപ്പ് എന്ന് പറയുന്നത് UAE മാസ് മിഷനാണ്. Okay, he has put a probe called Hope in the orbit around the Mars. So it's a Mars mission of UAE ആണ് കേട്ടോ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നാസയുടെ സ്പേസസ് എങ്ങനെ പഠിക്കാം? നാസ സ്പേസസ് സ്ഫിയറെക്സ് മിഷൻ. അപ്പോൾ നാസ ഹാസ് സെലക്ടഡ് സ്പേസ് ഫ്ലൈറ്റ് കമ്പനി സ്പേസസ് ടു ലോഞ്ച് ഇറ്റ് സ്ഫിയറസ് മിഷൻ. ഓക്കെ, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നാസ സ്പേസസ് സ്ഫിയറെക്സ് മിഷൻ. സോ സ്ഫിയറെക്സ് മിഷന് വേണ്ടിയിട്ട് നാസ ഏത് സ്പേസ് ഫ്ലൈറ്റ് കമ്പനീനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? സ്പേസസിനെയാണ്. ഓക്കെ. ഓക്കെ. സോ റെയർ ഡിസീസ് ഡേ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഓൺ February 28 ആണ് റെയർ ഡിസീസ് ഡേ എന്ന് പറയുന്നത്. സോ റെയർ ഡിസീസ് ഡേ February 28 ആണ്. February 28 ആണ് റെയർ ഡിസീസ് ഡേ എന്ന് പറയുന്നത്. അന്ന് തന്നെയാണ് നാഷണൽ സയൻസ് ഡേ അല്ലേ. സോ അന്ന് തന്നെയാണ് നാഷണൽ സയൻസ് ഡേ. ഓക്കെ. അതുപോലെ തന്നെ തീം ഓഫ് നാഷണൽ പ്രോട്ടീൻ ഡേ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. പവറിംഗ് വിത്ത് പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് തീം എന്ന് പറയുന്നത്. ഓക്കെ. സോ February 27 വേറെ ഒന്നും കൂടി ഉണ്ട്, വേൾഡ് NGO ഡേ. സോ അതും കൂടി എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വേൾഡ് NGO ഡേയും February 27 ആണ്. ഇന്ത്യൻ വുമൻസ് ലീഗ് 2020-21 ടു ബി ഹോസ്റ്റഡ് ഇൻ ഒഡീഷ അല്ലേ. ഒഡീഷയിലാണ്. എത്രാമത്തെ എഡിഷൻ ആണ് എന്നുള്ളതും കൂടി ജസ്റ്റ് 5th എഡിഷൻ ആണ് അല്ലേ. ഓക്കെ. വേൾഡ്സ് ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ് ലൊക്കേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ അല്ലേ. ഓക്കെ. ചെനബ് ബ്രിഡ്ജ് അല്ലേ. ചെനബ് ബ്രിഡ്ജ്. ഓക്കെ. 39th അഗർത്തല ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ബിഗിൻസ് അറ്റ് ത്രിപുര. അതുപോലെ തന്നെ ടാഗ് ലൈൻ ഓഫ് IOB ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. സോ IOBയുടെ ടാഗ് ലൈൻ എന്താണ്?
ഗുഡ് പീപ്പിൾ ടു ഗ്രോ വിത്ത്. ഒരു കോർപ്പറേറ്റ് ഏജൻസി പാക്ട് ആരുമായിട്ട്? SBI ജനറൽ ഇൻഷുറൻസുമായിട്ട് അല്ലേ? സോ അതും കൂടി എന്ത് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അടുത്തത് ഹൗ മെനി മന്ത് എക്സ്റ്റൻഷൻ ഫോർ റുപ്പി കോപ്പറേറ്റീവ് ബാങ്ക്? 3 മാസം എക്സ്റ്റൻഷൻ കൊടുത്തു അല്ലേ? ഓക്കെ. അഡ്വാൻറ്റേജ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ് ഇസ് റിട്ടൺ ബൈ അനിന്ത്യ ദത്ത. Who receives CERAWeek Global Energy and Environment Leadership Award? PM Modi. എനർജി ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കോൺഫറൻസ് ആണ്. സോ അതിൽ PM മോദിക്ക് കിട്ടുന്ന അവാർഡാണ് ഗ്ലോബൽ എനർജി ആൻഡ് എൻവിറോൺമെൻറ്റ് ലീഡർഷിപ്പ് അവാർഡ് എന്ന് പറയുന്നത്. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ഇൻ്റഗ്രേറ്റ്സ് ഇ-ദാഖിൽ പോർട്ടൽ. സോ കോമൺ സർവീസ് സെൻറ്റേഴ്സും ഇ-ദാഖിൽ പോർട്ടലും കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇനി വർക്ക് ചെയ്യുക അല്ലേ? സോ എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈൻ ഫോർ റൂറൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് കംപ്ലയിൻസ് കൊടുക്കുമല്ലോ, ഇ-ദാഖിൽ പോർട്ടൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് കംപ്ലയിൻസ് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കോമൺ സർവീസ് സെൻറ്റേഴ്സിനെയും കൂടി എന്ത് ചെയ്തു? ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇ-ദാഖിൽ പോർട്ടലുമായിട്ട്. അതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ നന്ദി, നമസ്കാരം.